ബർഖിമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും സദാ നേരം ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. പരിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേത്ലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും പരസ്യമായി ഗോകുൽത്ത അനുഷ്ഠിക്കുകയും വെണ്മയുള്ള ആചാര്യത്വം ശുശ്രൂഷിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനായ കർത്താവേ, നിനക്ക് സ്തുതി. ഇതാ നിന്റെ ജനത്തിനു വേണ്ടി സഭയുടെ മധ്യത്തിൽ വെച്ച് നിന്റെ ശരീരരക്തങ്ങൾ വിഭജിക്കപ്പെട്ട് സകലർക്കും അവ നൽകപ്പെടുന്നു. നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ആനന്ദിപ്പിക്കുവാൻ അവ പര്യാപ്തമാകുന്നു. പുത്രൻ തമ്പുരാനെ, അങ്ങയുടെ പിതാവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും എൻ്റെ നാഥാടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ഓരോ നാഴികയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബർഖിമോർ ബുക്കുൽ ഹുനിയൗമോസോ ദഹയാലവൽമി. ബർഖിമോർ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമാണ് ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമാണ് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. മഹസ്യോനോ ഹോക്കീൽ ദഖിയോനോ, പാപപരിഹാരം നൽകുന്നവനും അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കറകൾ തുടച്ചു നീക്കി അവയെ വിസ്മരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ നിന്റെ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എൻ്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ. ഉത്തമനേ, നിന്റെ കൃപയാൽ ഞങ്ങളോട് അലിവ് തോന്നണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ മറന്നു കളയരുതേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും നേതാക്കന്മാരെയും മൽപ്പാന്മാരെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായി നിര്യാണം പ്രാപിച്ച സകലരെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് നീ തളിക്കണമേ. കർത്താതി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാ തമ്പുരാനേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പരേതർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാനായി നീ വേഗം വന്നു ചേരണമേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അനുകമ്പയോടെ ശ്രദ്ധിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കണമേ. കർത്താവേ, കോപവടികളെ കാരുണ്യപൂർവം ഞങ്ങളിൽ നിന്ന് തടഞ്ഞു നീക്കിക്കളയണമേ. സമാധാനകാംക്ഷികളായ ആളുകൾക്ക് നീ നൽകുന്ന ഭാഗ്യകരമായ അനുഭവത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ.
ഞങ്ങൾ നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കും. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓഫർത്ത സന്തോഷപൂർവ്വം ആദരിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവ്വം കാത്തിരിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുൽത്ത ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കുമായി സ്വമനസാലയാഗമായി തീരുകയും തൻ്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും ചെയ്ത കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ മരണത്താൽ സകല കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും നീ ജീവൻ നൽകുന്നുവല്ലോ. നിന്റെ സമൃദ്ധമായ മനുഷ്യ സ്നേഹവും അവർണ്യമായ കൃപയും മാത്രമാകുന്നു ഞങ്ങൾക്ക് ശരണം. നിന്നെ പ്രസവിച്ച അനുഗ്രഹീതയും പരിശുദ്ധയുമായ വിശുദ്ധ മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സഹദേന്മാരുടെയും നീതിമാന്മാരായ പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളാൽ നിന്റെ വിശ്വസ്ത സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ. വിവേകമുള്ള നിന്റെ ഇടവകയെ നീ അനുഗ്രഹിക്കണമേ. ആചാര്യത്വ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ. ഭൂമിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ. ഭൂതലത്തിൽ നിന്റെ സമാധാനം വാഴുമാറാകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമകൾക്ക് വിടുതലും ബന്ധിതർക്ക് മോചനവും വിശ്വാസികളായ പരേതർക്ക് നല്ല ഓർമ്മയും സന്തോഷവും പ്രദാനം ചെയ്യണമേ. നീ പാപികളെ ശുദ്ധീകരിക്കുന്നവനും ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങൾ അളവില്ലാത്തവയും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കും. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. കർത്താവിടുത്തെ